ക്രിസ്ത്യാനികൾ അവരോട് ഞാൻ പ്രത്യേകം പറയുന്നു. ഈ ദൈവരാജ്യം വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ നമ്മൾ ഏറെ പേർ ആ ദൈവരാജ്യത്തിൽ നിന്ന് നിഷ്കാസിതർ ആകും. ഈ വിജാതിയർ നമ്മൾ വിളിക്കുന്നവരായിരിക്കും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് തല ഉയർത്തി ആ പിതാവിൻ്റെ ദൈവരാജ്യത്തിലെ അംഗങ്ങളാകുന്നത്. ഒരു കാലത്ത് അവരെ നമ്മൾ ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളൊക്കെ വിളിച്ചു കാണും. അവരെയൊക്കെ രക്ഷ പ്രാപിക്കാത്തവരെന്ന് പറഞ്ഞു കാണും. രക്ഷ ഉണ്ടാവും. ധാരാളം പേരെ ഒന്നിച്ചു കൂട്ടും. അതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ ബഹളത്തിനെല്ലാം ഇടയിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു വലിയ സമൂഹം തല ഉയർത്തുന്നുണ്ട്. വലിയ സമൂഹം ഞാൻ പറയില്ല, നമുക്കറിയാം. ഭാഗ്യസ്മരണനായ 16 ബെനഡിക്റ്റ് മാപ്പ പറഞ്ഞ പോലെ അദ്ദേഹം കർദിനാളായിരുന്ന കാലത്ത് പ്രവചിച്ചതാണ്. ഒരു ചെറിയ കൂട്ടം അവശേഷിക്കും. അവർ നന്മകൾ ചെയ്യുന്നവർ, കൽപ്പനകൾ പാലിക്കുന്നവർ, പരിശുദ്ധർ, കൃപയിലായിരിക്കുന്നവർ. അവരെ ആർക്കും അതിജീവിക്കാൻ സാധ്യമല്ല. ആർക്കും അതിജീവിക്കാൻ പാടില്ലാത്ത, ലോകത്തിന് അതിജീവിക്കാൻ പാടില്ലാത്ത, ലൗകിക ശക്തികൾക്കും അധികാരങ്ങൾക്കും സ്വാധീനമില്ലാത്ത യേശുവിൻ്റെ ശക്തി മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. അത് പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ 11-ാം അധ്യായം റോമാക്കാർക്ക് ലേഖനത്തിൽ. അത് പേടിച്ചു വരച്ച് പൗലോസ് അപ്പോസ്തലൻ കർത്താവിനോട് സംസാരിച്ചു ആദിമ സഭയിലെ പീഡനങ്ങളെപ്പറ്റി. അപ്പോൾ കർത്താവ് പറഞ്ഞത് കൃപയിലായിരിക്കുന്ന 7000 പേരെ മാറ്റി വെച്ചിട്ടുണ്ട്. 7 ആ നമ്പറിൻ്റെ പ്രത്യേകത ഓർത്ത് നോക്കൂ. 7000 ആകാം, 70,000 ആയിരിക്കാം, 7 കോടി ആയിരിക്കാം.